മച്ചന്മാരെ നമ്മൾ ബെയ്റ്റൊക്കെ മിക്സ് ചെയ്യാൻ പുഴയിൽ നിന്ന് വെള്ളം എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതുപോലെ ചെറിയൊരു ബക്കറ്റ് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വള്ളി കെട്ടിയിട്ടൊക്കെ എടുക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ ഇടുങ്ങിയൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇറങ്ങി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തലയും കുത്തി വെള്ളത്തിൽ കിടക്കും. അപ്പോൾ നമ്മൾ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം എടുക്കുന്ന സീനാണിത്. ഇച്ചിരി പ്രയാസമാണ്, പക്ഷേ എന്നാലും നമുക്ക് തടി കേടാവാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം പുഴയിൽ നിന്ന് എടുക്കാൻ പറ്റും. മച്ചന്മാരെ നമ്മുടെ ബെയ്റ്റ് മൈദയായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ ഉണക്കി വെച്ചിരുന്നത് തിരി, അതുപോലെ തന്നെ വാനിലയുടെ എസൻസ്, പഞ്ചസാര പൊടിച്ചത്, ഏലക്ക പൊടിച്ചത് പോലുള്ള ഐറ്റംസ്, ബിസ്ക്കറ്റ് പോലുള്ള ഐറ്റംസ് ചേർത്ത സംഭവമാണ്. അതുമായിട്ടാണ് നമ്മൾ മൈദ മിക്സ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബെയ്റ്റ്. ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കരിമീനൊക്കെ ഈ പരിസരത്തുണ്ടെങ്കിൽ പറന്നൊന്ന് അടിച്ചോളും മച്ചന്മാരെ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഹുക്ക് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയ കുളത്ത് നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ്. മാക്സിമം പൊടിക്കുളത്ത് മതിയാവും. അതാണ് നമ്മൾ നോക്കുന്നതിൻ്റെ അകത്ത്. ഈ കുളത്തിൻ്റെ ബോക്സിലൊക്കെ കൈ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൈ ഇതിൻ്റെ അകത്ത് തട്ടി മുറിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഷാർപ്പാണ് ഈ കുളത്തുകളെല്ലാം. നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കുളത്ത് ഇതാണ് മച്ചന്മാരെ. നമുക്ക് ബോക്സ് ചെയ്യുന്ന ഏറെ പണിപ്പെട്ട് കരിമീന് വേണ്ടി ഏറ്റവും അനുയോജ്യമായിട്ടൊരു കുളത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള കുളത്താണിത്. ഇത് മീൻ്റെ വായുമായിട്ട് കോൺടാക്റ്റ് വന്നാൽ മതി, അപ്പം തന്നെ കയറി ലോക്കായിക്കോളും. ഇടനാക്കൊക്കെ നല്ല ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ എത്ര ശ്രമിച്ചാലും ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഊരിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ കുളത്ത് നമുക്ക് ലൈനുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ചെറിയ ഹുക്കാണ്, അതുകൊണ്ട് തന്നെ അധികം ബെയിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ഉണ്ട പോലെ നമ്മൾ ഹുക്കിനെ പൊതിഞ്ഞ് ഇട്ടാൽ മതി. ഒരു 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേനും അവിടെ ശരിക്കും മീൻ വരും. പിന്നെ അവന്മാർ വന്ന് നമ്മുടെ ബെയ്റ്റ് എടുത്തോളും. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഏത് സ്പോട്ടിലാണ് ചൂണ്ടിടാൻ പോകുന്നത് അവിടെ അല്പം ബെയ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും, നമ്മൾ ചൂണ്ടിടുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ നമ്മൾ ബെയ്റ്റ് ഇറക്കിയിരിക്കുകയാണ്. ഈ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിക്കണം. മാക്സിമം നമ്മൾ ഒരു സ്പോട്ടിൽ തന്നെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പിന്നെ മീൻ അവിടെ നിന്ന് പോകത്തില്ല. നമ്മൾ ഫ്ലോട്ട് നിരീക്ഷിക്കാൻ നിൽക്കുന്നത്. അവൻ അടിച്ച് താത്തുമ്പോൾ തന്നെ ഹുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. തൊട്ടപ്പുറത്തൊരു ചെറുമീൻ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ചെറുമീൻ്റെ പുറകെ പോകാൻ സമയമില്ല. കൊത്തുണ്ട് നല്ല കൊത്താണ്. കരിമീനോ അല്ലെങ്കിൽ സിലോപ്പി ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കുറുവാപ്പറൽ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എന്ത് മീനാണ് കയറി പിടിക്കുക നമുക്ക് ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ മീൻ അടിച്ച് താത്തിക്കൊണ്ട് പോകാനുള്ള വെയിറ്റിങ്ങിലാണ്. ഉറപ്പായിട്ട് നമുക്ക് നല്ല സൈസ് കരിമീൻ ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഫ്ലോട്ടിൻ്റെ ഓരോ ചെറിയ ചലനം പോലും നമ്മൾ നിരീക്ഷിച്ചാണ് നിൽക്കുന്നത്. എപ്പോൾ ആണെങ്കിലും ഒരു തീബാർ സ്ട്രൈക്ക് ചൂണ്ട ഫുള്ള് കുത്തിക്കൊണ്ട് പോയത്. അപ്പോൾ നമുക്ക് അടുത്ത് അവിടെ തന്നെ ഇട്ട് കൊടുക്കാം. എന്തായാലും മീൻ അടിക്കും മച്ചന്മാരെ. അങ്ങനെ നമുക്ക് സൈസ് ഒരു കുറവ് കയറിയിരിക്കുകയാണ്. ഇവനെ ഹുക്കിൽ കുറത്തങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒമ്പൻ ചെമ്പല്ലി വരെ വന്ന് അടിക്കും. അതുപോലെ കാളാഞ്ചിനെ വരെ നമുക്ക് ഇത് ഉപയോഗിച്ച് പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവനെ ജീവനോടെ തന്നെ മാക്സിമം സേഫായിട്ട് കീപ്പ് ചെയ്യണം.